ടോസ്റ്റ് ആണ്. എന്താ പാലിൽ എനിക്ക് ശരിക്കും ഇങ്ങനെയാണ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് തോന്നുന്നു. പാലിൽ മുക്കിയിട്ട് ഈ ഇംഗ്ലീഷുകാരുണ്ടാക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഇതിന് പേര് പറയാൻ അറിയില്ല. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് യൂട്യൂബില് ഒരു ഷോർട്സ് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. അതായത് സാധാ ബ്രെഡ് ടോസ്റ്റ്, രണ്ട് ബ്രെഡ് വെച്ച് മുരിച്ചിട്ട് അതിൽ കുറച്ച് പാല് ഒഴിച്ച്, അല്ല കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം അല്ല അങ്ങനെ ഉണ്ടാക്കിയതല്ല, നിസ്സാരമായിട്ട് ഇതാന്ന് പറയാം. അതായത് ഇത് ആദ്യം ഇതിന്റെ പേര് പറയാൻ ഒന്നാമത്തെ കാര്യം ഇതിന് പേര് അറിയത്തില്ല. ഞങ്ങൾ കണ്ട വീഡിയോയിൽ അവര് വൈറൽ ബ്രെഡ് ടോസ്റ്റ് അങ്ങനെ എന്താണ് കണ്ടേ. അപ്പൊ കൃത്യമായിട്ടുള്ള പേരെന്താന്ന് അറിയത്തില്ല, നമ്മൾ തന്നെ പേര്. അപ്പൊ ഇത് നിസ്സാരമായിട്ടുണ്ടാകും. 2 ബ്രെഡ് എടുത്ത് ഇതിന്റെ അറ്റം മുറിച്ചെടുത്ത്, അതായത് അറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ കട്ടി കൂടിയ ആ ഭാഗം കളഞ്ഞിട്ട് ഇത് സാധാ ഇച്ചിരി നെയ്യെടുത്ത് പാനിലിട്ട് തേച്ച് അത് മൊരിച്ചെടുത്തിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പാല് ഇതിനകത്തേക്ക് ഒഴിച്ച് തിരിച്ച് മറിച്ചിട്ട് ഒരു രുചിക്ക് ഒരു തുള്ളി പഞ്ചസാരയും കൂടി ഇട്ടുണ്ടാക്കിയാണ്. പാലില് പഞ്ചസാര ഇട്ട് കളക്കണം? ഇല്ല, ചുമ്മാ ഉണ്ടാക്കി. അതാണ് അപ്പൊ നിസ്സാരമായിട്ടുള്ള സാധനമാണ്. ഇതിന് പേരോ ഇതെന്താ നമുക്ക് അറിയത്തില്ല. നമ്മൾ പെട്ടെന്ന് അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പലഹാരമാണ്. എന്റെ സ്നേഹനിധിയായ അമ്മ വരുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി. സന്തോഷമായി. പക്ഷെ ഇത്രയും കരിയുണ്ട്, സിമ്മിൽ വെക്കണം. എവിടാ ഇതുപോലെ രണ്ടാമുണ്ടാക്കി കുറച്ചുകൂടെ പാല് ഒഴിക്കായിരുന്നു. പാല് വരുന്ന ഭാഗം ഭയങ്കര ഫ്ലഫിയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. കുറച്ചും കൂടെ എന്താ പാൻ പെട്ടെന്ന് അങ്ങ് ഇതായി പോയി അല്ലേ, പെട്ടെന്ന്. നിങ്ങൾ സിമ്മിലല്ലേ ഇത് അടിയിലിരുന്നത് ഞങ്ങൾ ആദ്യം ശ്രമിച്ചത് ഉണ്ടാക്കി നോക്കുക. അതാണ് കുറച്ച് കഴിഞ്ഞ അപ്പോഴാണ് ഐഡിയ കിട്ടിയില്ല. ആദ്യം ഞങ്ങൾ ഉണ്ടാക്കിയ പാല് കൂടിപ്പോയി. അത് പാല് കൂടിപ്പോയിട്ട് അതാണ് വീഴാൻ പോകുന്ന പോലെ ആയിരുന്നത്. അതെങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ഇത് പാല് കുറച്ചു. ഇത് കുറച്ചും കൂടെ കരിഞ്ഞു പോയി, കുറച്ച് മുരിഞ്ഞ. ഇത് കഴിയാൻ കാരണം ചിലപ്പോൾ ഇതിൽ പഞ്ചസാര കുറച്ച് കൂടിപ്പോയി. പഞ്ചസാര ഇട്ടോണ്ടായി ഞാൻ പറഞ്ഞു. പക്ഷെ 2 സൈഡ് കുറച്ചധികം മുരിഞ്ഞും പോയിട്ടുണ്ട്. മൂന്നാമത്തെ കറക്റ്റ് ഇതായി. പക്ഷെ അതിൽ കുറച്ചുകൂടെ പാല് വേണമായിരുന്നു. ആദ്യമായിട്ട് നല്ല രുചിയുണ്ട്. മധുരം കുറവ്. മധുരം ഇല്ല, രണ്ടാമത്തേലും മധുരം ഇട്ടിട്ടില്ല, ഇതിൽ മധുരം ഉണ്ട്. എങ്ങനെയുണ്ട്? വന്ന കഴിക്കുന്നില്ലേ? കുറച്ചുകൂടെ നല്ല പാലുള്ള സാധനം നോക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ട് അമ്മ വരുന്നത് ഞങ്ങൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ. ഞാൻ പാല് കുറെ വേണമെന്ന് ചോദിച്ചാൽ പാലൊക്കെ 2 പാക്കറ്റ് പാലും വാങ്ങിട്ടു. പിന്നെ പാലിന്റെ വെള്ളമാണല്ലോ. ആ പാല് ഒരു പാലിനകത്താണ് ഇത് മൊത്തം ഉണ്ടായിച്ച. ഒരു പാലില്ല, പാലിന്റെ പകുതി അവിടെ ഇരിക്കുകയും. രാവിലെ വാങ്ങിയ പാലില്ല. 1/2 ലിറ്റർ പാല് വാങ്ങിയിട്ട് അതിന്റെ 1/2 പാക്കറ്റ് മാത്രമാണ്. അതായത് ഇപ്പൊ 8-9 ഉണ്ടാക്കാൻ വേണ്ടി പറയാൻ കിട്ടും തന്നെ. ഞങ്ങൾ കണ്ട വീഡിയോയില് ഇതിന് 3 ഉണ്ടായിരുന്നു. 3 ഉണ്ടാക്കി. നമ്മള് എണ്ണ കൂട്ടാൻ വേണ്ടി 2 വെച്ചോ. 3 വെച്ചാണെങ്കിൽ കുറച്ചും കൂടെ പിടിച്ചു നിൽക്കുമായിരിക്കും. പാൽ ഒഴിക്കുന്നതിനെ പിടിച്ചു നിന്ന് വെച്ചാൽ കട്ടി ഉണ്ടാവുന്ന തോന്നുന്നു. ചൂടോടെ കഴിക്കണം, തണുത്ത രസമില്ല. ഉണ്ടാക്കി ഉടനെ എണ്ണ കഴിക്കണം. നിങ്ങൾക്ക് വെച്ചിട്ട് കഴിക്കാനില്ല. ഞാൻ വന്നിട്ടുണ്ടാക്കിയായിരുന്നു. ഉമ്മ വരുമ്പോഴേക്കും ആയോട്ടെ എന്ന് വെച്ചിട്ട് സമയം അറിയില്ല. ആദ്യം എന്തോ ഒരു നേരം ഇതാകുന്നത്. പാലിന്റെ ഒരു പച്ചച്ചോക ഉണ്ട്. അതായത് തിളച്ച് ചൂടായിട്ടല്ലേ വരുന്നത്. കാച്ചി പാലെടുത്ത പോരായിരുന്നു. പാലിന് ഈ പാക്കറ്റ് പാൽ ഇങ്ങനെ തിളച്ചിപ്പിച്ച് നല്ല ഇതായിട്ട് നല്ല ഇതിൽ വരുന്ന പാല്. പിന്നെ വേറെ ഗുണം കൂടി ഉണ്ട്. അമ്മയ്ക്ക് ബ്രെഡ് ക്രംസും കിട്ടിയില്ല. ഇതിന്റെ എഡ്ജ് മൊത്തം അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ബ്രെഡ് ക്രംസ് ആയിട്ട് പൊടിച്ച് അത് വേറെ ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മള് ആ സാധനം എങ്ങനെ ഇതാക്കാൻ വേണ്ടി അതെ എന്തേലും അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അടുത്ത അമ്മ എന്തെങ്കിലും വരുമ്പോ അമ്മക്ക് എന്തോ പ്ലാനുണ്ട്. അമ്മ ഇന്നലെ തൊട്ടേ പറഞ്ഞു എന്തോ ഉണ്ടാക്കണം. എന്താ ബ്രെഡ് ക്രംസ്? അത് പറയില്ല. അത് പറഞ്ഞ രസം പോയില്ലേ. സർപ്രൈസ് ആണല്ലേ അമ്മ. എന്തോ പഴം കൊണ്ടുള്ള ഐറ്റാണോ പറഞ്ഞത്. അത് മാത്രമേ ഇട്ടു. നല്ല ചായ. താങ്ക് യു. ഞാൻ നല്ല ഊഹത്തിന്റെ പുറത്തിട്ടതാ. ഞാൻ പൊന്നോട് പറഞ്ഞു ഇതെങ്ങാനും കറക്റ്റ് 4 പേർക്കുണ്ടെങ്കിൽ എന്നെ സമ്മതിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു സമ്മതിച്ചു കൊടുക്കൂല. കറക്റ്റ് അളന്ന് നോക്കി എടുത്ത ആൾക്കാരെ സമ്മതിച്ചു കൊടുക്കും. എന്റെ അളവിൽ എല്ലാരും അളന്ന് നോക്കി എഴുതാറ്റുന്ന ആൾ പോന്നെ. ഞാൻ എല്ലാവരുടെ ഊഹത്തിന്റെ പുറത്തന്നെ അളന്ന് കൃത്യമായിട്ട് അളന്നൊഴിക്കുമ്പോഴാണ് നല്ലത്. കൃത്യമായിട്ട് ആൾക്കാർ കൃത്യം ഇത് മനസ്സിലാവും. എത്ര അളവ് വേണം, എത്ര ചായ കിട്ടും. പിന്നെ ഇതൊരു സൗഭാഗ്യമായിട്ട് വിചാരിക്കരുത്. ഇതൊന്നും കിട്ടൂല. ചായ എല്ലാം കുടിച്ച് നമ്മള് എല്ലാ സാധനവും ഫിനിഷ് ചെയ്തിട്ടുണ്ട് വളരെ നിമിഷങ്ങൾ. അപ്പൊ ഇത് ഈ അതായത് നിമിഷ നേരം കൊണ്ട് പറയുന്ന ആലോചിക്കണം. 1 പാക്കറ്റ് ബ്രെഡാണ്. 1 പാക്കറ്റ് ബ്രെഡിൽ 4 എണ്ണം കണ്ട് ബാക്കിയുള്ളൂ. നിമിഷം നേരം കൊണ്ട് തീർന്നു. അപ്പൊ സാധനം നല്ല സാധനമാണെന്നുള്ള കാര്യം ഉറപ്പായി. സക്സസ്ഫുൾ ആയ സാധനമാണെന്ന് മനസ്സിലായി.
അമ്മക്ക് എന്താണ് അഭിപ്രായം ഇതിനെപ്പറ്റി? എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടോ ഇതില്? കരിയരുത് ഒരു കാരണവശാലും. അത് അത് കുഴപ്പമില്ല. അത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയോണ്ടാണ് കരിഞ്ഞു പോയത്. അതിന് ആദ്യം ഉണ്ടാക്കിയത് നന്നായിട്ട് കരിഞ്ഞു, രണ്ടാമത്തെ വട്ടം ഉണ്ടാക്കിയത് കുറച്ചേ കരിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ അവസാനം ഉണ്ടാക്കിയത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതിൽ പാല് കുറഞ്ഞു. അപ്പൊ നമ്മൾ ഉണ്ടാക്കി ഇത് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ. സിമ്മിലിടണം. സിമ്മിൽ തന്നെ ഇട്ടെ. രണ്ടാമത്തെ ലാസ്റ്റ് ഉണ്ടാക്കിയത് അവസാനം പിന്നെ എപ്പോഴും ഓർക്കണം, ബ്രെഡ് പെട്ടെന്ന് ഇതായി പോകും, പെട്ടെന്ന്. അതുകൊണ്ട് അപ്പൊ നമ്മൾ ചപ്പാത്തി പെട്ടെന്ന് തിരിച്ചിടൂലേ, അതേപോലെ തിരിക്കണം. ഇപ്പൊ അടുത്തോട്ട് ഉണ്ടാക്കുമ്പോ ആ വീഡിയോയിൽ കണ്ടുപോലെ 3 എണ്ണം വെച്ചിട്ട് കുറച്ച് ഉയരത്തിൽ, അപ്പൊ കുറച്ചധികം പാലേക്ക് ഉള്ളിക്കൊള്ളു. അതെ, അത് ചിലപ്പോ ഒരു പക്ഷെ നമ്മൾ 3 എണ്ണം വെച്ചിട്ട് കുറച്ചധികം പാൽ ഒഴിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. ഇനി വേറെ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നതാണ്, ഈ പാലിൽ എന്തെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്തിട്ട് ഒഴിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഉദാഹരണമായിട്ട് വാനില എങ്ങനെ കിട്ടുക, ഒറിജിനൽ വാനില കിട്ടിയാൽ അത് പാലിൽ ഇതാക്കിയിട്ട് ചൂടാക്കി, അമ്മ പറഞ്ഞ് ചൂടാക്കിയിട്ട് ആ വാനില മിക്സ് ആയ പാൽ വെച്ച് ഫ്ലേവർ കൂടാൻ അല്ലേ? വെറും പാല് ഇതാക്കുന്നതില് ഇത് വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ല ഇംഗ്ലീഷുകാരുണ്ടാക്കുന്നത് എനിക്ക് ടോസ്റ്റ്. അതായത് ഇവര് ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞുണ്ടാക്കുന്ന സാധനം ഈ പാലും പിന്നെ അതിൽ മുട്ടയും പിന്നെന്താ അവരുടെ സിനമൻ എന്ന് പറഞ്ഞ നമ്മുടെ ഇത് നമ്മുടെ മറ്റേ കറുകപ്പൊട്ട അല്ലല്ലോ, ഗ്രാമ്പ് കട്ടിയുള്ള തൊലി വെക്കുന്ന സാധനത്തിനല്ലേ? അയ്യോ അത് കറുകപ്പെട്ട ആ സാധനം സിനിമ ഇട്ടിട്ടാണ് അവര് ഫ്രഞ്ച് ടോസ്റ്റ് ഇതിൽ മുക്കിയിട്ടിട്ടാണ് ഇത് ഇതാക്കുന്നത്. നമ്മൾ ഇതിന്റെ വേറൊരു വകഭേദമാണ് സംഭവം. നമ്മൾ മുക്കിയിടുന്നതിന് ഒരു പാല് നേരെ സാധാരണ മുട്ട ഇതാക്കിയിട്ട് അല്ല അവരിതേപോലെ ഉണ്ടാക്കുന്നത്. അതായത് പൊന്നം പറയാറിയോ, അവരെന്താ വലിയ ബ്രെഡ് ലോഫായിട്ട്, അതായത് മുറിക്കാത്ത ബ്രെഡില്ല, അത് കുറച്ച് കട്ടിക്ക് നല്ലൊരു 4 എണ്ണത്തിന്റെ കട്ടിയിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ അതിന്റെ വേറൊരു വകഭേദം ഇത് മുട്ട ഇതൊക്കെ ആകുമ്പോ ഇതിന്റെ ഉള്ളിൽ സൈഡ് വശങ്ങളെല്ലാം നല്ല മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ ഇതേപോലെ കുതിർന്നിരിക്കും. നമുക്ക് ഒരു വട്ടം ഇനി അടുത്ത വട്ടം അതൊന്ന് ഫ്രഞ്ച് ടോസ്റ്റ് ട്രൈ ചെയ്യും. അപ്പൊ അത് വന്നതിന്റെ ക്ഷീണമായിരിക്കുന്നേ, സാധനം കേറുന്നില്ലേ കുറെ വന്നപ്പോ തന്നെ കാർബോഹൈഡ്രേറ്റും നെയ്യും. അതെ, അതൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ മാറിക്കോളൂ. അതെ, അപ്പൊ എന്തായാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോ അടുത്തത് അമ്മ പറഞ്ഞ ബ്രെഡ് ക്രംസ് റീസൈക്കിൾ ചെയ്യാൻ പോവാണ്. അതായത് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ആയിട്ട് അമ്മ വരുന്നതായിരിക്കും അല്ലേ? കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പൊന്നനാണ് നമ്മുടെ മെയിൻ ഹെഡ് ഷെഫ്. അമ്മയാണ് ഒന്നും ചെയ്യില്ല, അമ്മ മടി പിടിച്ചു. അപ്പൊ അമ്മേനെ കൊണ്ട് നമുക്ക് ചെയ്യും. ഇല്ല, ഞാൻ മാർച്ച് അതുവരെ ഞാൻ ലീവില്ല. എന്തായാലും പോകാം. അപ്പൊ വേറെ കഴിയുമ്പോ നിങ്ങളുടെ കൂടെ ബലമായിട്ട് വരും. ഓക്കെ, എന്നാ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയില് അടുത്തൊരു സൂപ്പർ വിഭവമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.